പഹൽഗാമിലുണ്ടായ ഈ കൂട്ടക്കുരുതിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് TRF ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ് പ്രസ്താവന. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്നാണ്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി അർജുൻ പീതാംബരൻ ചേരുന്നു. അർജുൻ, ഈ തദ്ദേശീയരല്ലാത്ത മനുഷ്യർ വന്ന് കാശ്മീരിൽ സ്ഥലം വാങ്ങി താമസിക്കുന്നതിലുള്ള ഒരു എതിർപ്പാണ് ഇത്തരത്തിൽ ഒരു ആസൂത്രിതമായി നടപ്പാക്കിയ ഭീകരാക്രമണം എന്നതിലേക്ക് കാര്യങ്ങൾ വഴിതിരിച്ചു വിടുകയാണോ? ശരിക്കും എന്താണ് ഉണ്ടായത്? ഈ TRF അഥവാ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടന അവർ ഇന്നലെ തന്നെ ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വന്നിരുന്നു. പ്രധാനമായിട്ടും ഇന്ത്യക്കാരെ ശത്രുക്കളായി കാണുന്ന ഒരു സംഘടനയാണ് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട്. അവർ കശ്മീരിൽ എത്തുന്ന കശ്മീരികളല്ലാത്തവരെ ലക്ഷ്യം വെക്കുന്നു എന്നുള്ള കാര്യമാണ് ഇതിലൂടെ ഈ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നലെ ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അവർ പുറത്തുവിട്ട പ്രസ്താവനയാണ്. പ്രസ്താവനയുടെ ഉള്ളടക്കം ഞാനൊന്ന് വായിച്ചു പോകാം. 85,000-ലധികം താമസ സ്ഥലങ്ങൾ കശ്മീരിൽ തദ്ദേശീയരല്ലാത്തവർക്ക് നൽകിയിട്ടുണ്ട്. ഇത് ഇന്ത്യൻ അധിനിവേശ ജമ്മു കാശ്മീരിൽ, അതായത് അവർ എടുത്തു പറയുന്നത് ഒരു കാര്യം, ഇന്ത്യൻ അധിനിവേശ ജമ്മു കാശ്മീരിൽ ജനസംഖ്യാപരമായ മാറ്റത്തിന് വഴിയൊരുക്കി. തദ്ദേശീയരല്ലാത്തവർ താമസ സ്ഥലം കയ്യേറി ഭൂമിയുടെ ഉടമസ്ഥരാണ് എന്ന് നടിക്കുന്നു. ഇവർക്കെതിരെ അക്രമം അഴിച്ചുവിടും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടെയാണ് നിലവിൽ TRF ഈ ഭീകരാക്രമണത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അതിനെ ന്യായീകരിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് പാകിസ്ഥാന് നിലവിൽ കശ്മീരിനോടുള്ള ആഗ്രഹം, താല്പര്യം അതെല്ലാം തന്നെ വ്യക്തമാക്കുന്ന ഒരു പ്രസ്താവന. കശ്മീരിൻ്റെ കാര്യത്തിൽ പാകിസ്ഥാൻ അവരുടെ താല്പര്യങ്ങളിൽ നിന്നും ഒരിക്കലും പുറകോട്ട് പോകില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്ന ഒരു പ്രസ്താവന തന്നെയാണ് ഈ TRF ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ലഷ്കർ ഇ തോയ്ബയുടെ ഒരു ഓഫ് ഷൂട്ട് ഗ്രൂപ്പാണ്. ലഷ്കർ ഇ തോയ്ബയ്ക്കും ഹിസ്ബുൾ മുജാഹിദിനും വേണ്ടി എല്ലാം തന്നെ ട്രെയിനിങ് നൽകിയിട്ടുള്ള അതേ ആളുകൾ ഇതിലും ഈ TRFിൻ്റെ ആളുകൾക്ക് വേണ്ടിയിട്ടും ട്രെയിനിങ് നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് പറയപ്പെടാറുള്ളത്. അതുപോലെ തന്നെ പലപ്പോഴും ഓൺലൈൻ റിക്രൂട്ട്മെൻറ്റ് രീതിയാണ് TRF നടത്താറുള്ളത്. ഓൺലൈൻ വഴി അവർ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നു ഇന്ത്യക്കെതിരെ അക്രമം അഴിച്ചുവിടാൻ വേണ്ടി. അതേസമയം ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ടതാണ്, ഇന്നലെ ഈ ഭീകരാക്രമണം ഉണ്ടായതിന് പിന്നാലെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി മറ്റ് രണ്ടിടങ്ങളിൽ കൂടി പാകിസ്ഥാന്റെ പ്രകോപനം വരുന്നത്. ഒന്ന് പൂഞ്ചിലാണ്. ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടി അവിടെ പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്തുന്നു. കൃത്യമായി തന്നെ അവിടെ ഇന്ത്യൻ സേന തിരിച്ചടിക്കുകയും ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ ബാരാമുള്ളയിലാണ്. ബാരാമുള്ളയിൽ ഉരീനാല സെക്ടർ എന്ന് പറയുന്ന പ്രദേശത്ത് നുഴഞ്ഞുകയറ്റ ശ്രമം ഉണ്ടാകുന്നു. 2-3 ഭീകരവാദികൾ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചു. ഈ LOC വഴി നുഴഞ്ഞു കയറാൻ ശ്രമിച്ചു എന്നുള്ള കാര്യമാണ് സേനാവൃത്തങ്ങൾ ഔദ്യോഗികമായി അറിയിക്കുന്നത്. അവിടെ ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുന്നുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ്. എന്തായാലും